ഹായ്, നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളം അതുപോലെ ഇംഗ്ലീഷ്. നമ്മൾ വൊക്കാബുലറി നമ്മൾ നോക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതാണിത് കേട്ടോ. ഓക്കെ, നോക്കാം നമുക്ക്. മലയാളത്തിൽ നമ്മൾ ആദ്യം നോക്കുന്നത് സമാന പദമാണ്. സമാന പദത്തിൽ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് അജം. അജം എന്ന് വെച്ചാൽ എന്താണ്? ആട്. അജം എന്ന് പറഞ്ഞാൽ ആട് എന്നാണ്. ഗജം എന്ന് വെച്ചാൽ ആന. ഗജം ആന. അക്ഷി കണ്ണ്. അക്ഷി കണ്ണ്. അപ്പോ നമ്മോട് ചോദിക്കുകയാണ് താമരാക്ഷി എന്നതിന്റെ മീനിങ് എന്താണ്? താമരാക്ഷി. താമരക്കണ്ണോട് കൂടിയവളെയാണ് താമരാക്ഷി എന്ന് പറയുന്നത്. ഇനി അനലൻ. അനലൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഗ്നി എന്നുള്ളതാണ് അർത്ഥം. എന്നാൽ നമ്മോട് ചോദിക്കുകയാണ് അനലൻ എന്നതിന് പകരം അനിലൻ എന്നാണ് എങ്കിൽ അനിലൻ എന്നാണ് എങ്കിൽ എന്താ പറയാ? നമ്മൾ അതിന്റെ മീനിങ് എന്താണെന്നറിയോ? അനിലൻ എന്നാണെങ്കിൽ അതിന്റെ മീനിങ് കാറ്റ് എന്നാണ്. എന്താണ്? കാറ്റ്. ഇനി അടുത്തത് ആട. ആട എന്ന് പറയുമ്പോൾ വസ്ത്രം. എന്നാൽ ആടി എന്നാവുമ്പം എന്താണെന്നറിയോ? കർക്കടകം. അതിനെയാണ് ആടി എന്ന് പറയുന്നത്. അകം എന്ന് വെച്ചാൽ ഉള്ള്. അകം എന്ന് വെച്ചാൽ ഉള്ള്. ഈ ക ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അടുത്തത് അകം. എന്താണ്? അടുത്തത് ഈ ഗായാണ്. അകം. അതിന്റെ മീനിങ് പർവ്വതം. പക്ഷെ നമ്മോട് ചോദിക്കുകയാണ് ഈ ഗായാണ് അകത്തിന്റെ ഗായെങ്കിൽ അതിന്റെ മീനിങ് പറയുന്നത് പാപം എന്നാണ്. എന്താണ്? പാപം. അതാണ് മീനിങ് വരുന്നത്. ഇനി അത്രയാണ് മലയാളം നമുക്ക് നോക്കാനുള്ളത്. അടുത്തത് ഇംഗ്ലീഷ് നോക്കാം. എ ബേക്കേഴ്സ് ഡസൻ എന്ന് വെച്ചാൽ എത്രയാണ്? 13 ആണ് എ ബേക്കേഴ്സ് ഡസൻ. എ ബിഗ് ബഗ് എന്ന് വെച്ചാൽ എ പേഴ്സൺ ഓഫ് ഇമ്പോർട്ടൻസ്. എ പേഴ്സൺ ഓഫ് ഇമ്പോർട്ടൻസ് എന്താണ്? പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഒരു വ്യക്തി, ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി, അതിനെയാണ് എന്ത് പറയുന്നത്? എ ബിഗ് ബഗ് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? അടുത്തത് എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് വെച്ചാൽ ടു ബി ഇൻ എൻ അൺകംഫർട്ടബിൾ ഓർ അൺഫെമിലിയർ സിറ്റുവേഷൻ. ഏതിലാവുക? ഒരു എന്താ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള അതുപോലെ അൺഫെമിലിയർ സിറ്റുവേഷനിൽ ആവുന്നതിനെയാണ് എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. അടുത്തത് എ ഹാർഡ് നട്ട് ടു ക്രാക്ക്. എന്താണ്? എ ഹാർഡ് നട്ട് ടു ക്രാക്ക് എന്ന് പറഞ്ഞാൽ എ ഡിഫിക്കൽട്ട് പ്രോബ്ലം വിച്ച് നീഡ്സ് മച്ച് എഫേർട്ട് ടു സോൾവ്. അല്ലെ? എന്താ ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നം, അതിനെന്ത് വേണം? നല്ല എഫേർട്ട് വേണം അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, മനസ്സിലായോ? ഇനി എ പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ വെരി ഈസി ടാസ്ക്. വെരി ഈസി ടാസ്കിനെയാണ് എന്തെന്ന് പറയുന്നത്? എ പീസ് ഓഫ് കേക്ക് എന്ന് പറയുന്നത്. ഇനി എ റെഡ് ലെറ്റർ ഡേ. എ വെരി ഇമ്പോർട്ടൻറ്റ് ഓർ മെമ്മറബിൾ ഡേ ആണ് എ റെഡ് ലെറ്റർ ഡേ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കുക. എ റെഡ് ലെറ്റർ ഡേ എന്ന് പറഞ്ഞാൽ എ വെരി ഇമ്പോർട്ടൻറ്റ് ഓർ മെമ്മറബിൾ ഡേ. ഇനി എ വൈൽഡ് ഗൂസ് ചേസ് എന്ന് പറഞ്ഞാൽ എ ഫൂളിഷ് ഓർ യൂസ്ലെസ് അറ്റംപ്റ്റ്. എ ഫൂളിഷ് ഓർ യൂസ്ലെസ് അറ്റംപ്റ്റ് ആണ് എ വൈൽഡ് ഗൂസ് ചേസ് എന്ന് പറയുന്നത്.